نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا. ألف صلاة ألف سلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا نبي الله. الصلاة والسلام عليك يا خليل الله. الصلاة والسلام عليك يا من زينه الله. الحمد لله العلي الباري المؤمن المهيمن الجبار. ثم الصلاة والسلام نامي على سيد المصطفى الأنامي وعليه وصحبه الأعلام وكل أهل العلم والإعلام. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. العلم حياة الإسلام ونبينا وحبيبنا وخليلنا മുസ്തഫാനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിജ്ഞാനം എന്ന് പറയുന്നത് അമൂല്യമായ സമ്പത്താണ്. മുൻകഴിഞ്ഞ ആൾക്കാർ പറഞ്ഞതുപോലെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടാം, പക്ഷേ അറിവ്, ഇൽമ്, വിജ്ഞാനം, മതപരമായ അറിവ് കൊള്ളയടിക്കപ്പെടാൻ കഴിയില്ല. അമൂല്യമാണ് അറിവ്. അറിവെന്ന് പറയുന്നത് ഏതൊരു കാര്യത്തെയും കേന്ദ്രീകരിക്കാൻ പറ്റുന്ന അമൂല്യമായ നിധിയാണ് അറിവ്. അതാണ് മഹാന്മാർ പറഞ്ഞത്, ഇൽമ് എന്ന് പറയുന്നത് അമൂല്യമാണ്. വെള്ളം ഒരു ശരീരത്തിന് അനിവാര്യമായ ഘടകമായതുപോലെ അറിവ് മനുഷ്യൻ്റെ എല്ലാവിധമായ കാര്യങ്ങൾക്കും പ്രധാന ഘടകമാണ്. അറിവ്, വിജ്ഞാനം, അതവ്. അറിവിലൂടെയാണ് അവൻ എല്ലാ നിലയിലും ഉയരപ്പെടുന്നത്. ആദ്യത്തെ അവൻ്റെ നഴ്സറി എന്ന് പറയുന്നത് ഉമ്മയുടെ മടിത്തട്ട. ആദ്യത്തെ അവൻ്റെ നഴ്സറി അതാണ്. അതുകൊണ്ട് തന്നെയാണ് വിജ്ഞാനത്തിന് വളരെ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച് ഒരാൾ യോദ്ധാവാകണോ, ഒരാൾ അയൽവാസികളോട് എങ്ങനെ പെരുമാറണം, എൻ്റെ കുടുംബത്തിനോട് എങ്ങനെ പെരുമാറണം, സ്വന്തം സഹോദരനോട്, സ്വന്തം സഹോദരിയോട്, ഉമ്മയോട്, വാപ്പയോട്, ഗുരുനാഥനോട്, അറിവ് പഠിപ്പിച്ചെന്ന ഗുരുനാഥന്മാരോട്, തൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന മതമുള്ളവനോട്, മതമില്ലാത്തവനോട്, ജൂതനോട്, പാഴ്സിയോട്, അതുപോലെ ക്രിസ്ത്യനോട്, ഹിന്ദുവിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചത് മതമാണ്. അത് അറിവിലൂടെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇൽമ് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടി പഠിക്കുന്നൊരു സാഹചര്യമുണ്ട്. അത് നിങ്ങൾ ചൈനയിലാണെങ്കിലും ശരി, ഇൽമിനെ തേടി നിങ്ങൾ പഠിക്കണേ. സ്വഹാബത്തുൽ കിറാം ബദറിൻ്റെ രണാങ്കണ ഭൂമിയിൽ, അതാ ബദറിൻ്റെ രണാങ്കണ ഭൂമിയിൽ ബദരീങ്ങൾ ജയിക്കപ്പെട്ടപ്പോൾ അന്ന് ശത്രുവശത്ത് നിന്നുള്ള ഒരുപാട് പേരെ ബന്ധസ്ഥനാക്കി അവരെ കൊന്നുകളയാനല്ലേ നബി തങ്ങളുടെ തീരുമാനം. പിന്നെ എന്തിനാണ് തീരുമാനം? റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ സഹാബത്തിൽ നബിയിൽ ഉമ്മിയുണ്ട്, എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത എൻ്റെ സഹാബത്തിന് നിങ്ങൾ രചനയും എഴുത്തും വായനയും പറഞ്ഞു കൊടുത്താൽ നിങ്ങളതാ മോചിതമാക്കാം. റസൂലുള്ളാഹിൻ്റെ പ്രഖ്യാപനമാണ്. സഹാബത്തൊന്നടക്കം അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അവരിൽ അതാ ബന്ദികളാക്കിയ ശത്രുക്കളെ അവർ തയ്യാറായി. അവസാനം അല്ലാഹു റസൂൽ അവരെ മോചനം നടത്തി. നബിയുന വ ഹബീബുന, കാരുണ്യത്തിൻ്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ശ്രീനാരായണ ഗുരുദേവൻ പോലും പറഞ്ഞതെന്തെന്നറിയോ? പുരുഷാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര ശിവപുത്രനോ എന്നാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അങ്ങനെയുള്ള അനുയായികൾക്ക് തീവ്രവാദിയാകാൻ കഴിയില്ല, ഭീകരവാദിയാകാൻ കഴിയില്ല, സൗഹാർദ്ദത്തിൻ്റെ ഇറ്റില്ലും കോറ്റില്ലമയാകാൻ കഴിയും. മലപ്പുറമായാലും മുസ്ലിങ്ങൾ ജനിക്കുന്ന സ്ഥലമായാലും എവിടെയായാലും എന്തിനെയാ ചിലർക്ക് അത് മനസ്സിലാകില്ലെന്ന് മാത്രം.
അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ പ്രഭയാണ് കടന്നു വരാൻ പോകുന്ന മദ്രസ പ്രസ്ഥാനങ്ങൾ തുറന്ന് പന്തലിക്കാൻ പോവുകയാ. വിജ്ഞാനത്തിൻ്റെ മേഖലകൾ തുറന്ന് അതാ സന്ധിയില്ലാ ഇൽമിലേക്ക് കടന്നു പോകാൻ പോവുകയാ, അഗ്നിവേശത്തിലേക്ക് കടന്നു പോകാൻ പോവുകയാ. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. വിജ്ഞാനമെന്ന് പറയുന്നത് ജീവനാണ്, ജീവനാണ്, ജീവനാണ്. ഇസ്ലാമിൻ്റെ ജീവനാണ് വിജ്ഞാനം. മാത്രമല്ല സഹോദരങ്ങളെ, വിജ്ഞാനത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഒരു ആബിദിനേക്കാൾ പവർ ഒരു ആലിമിനുണ്ട്. ആബിദ് ദിക്റിലാണ്, ഖുർആനോദിലാണ്. എന്നാൽ ആലിമ് കിടന്നുറങ്ങുകയാണ്. ഈ കിടന്നുറങ്ങുന്ന ആലിമിനാണ് ഏറ്റവും വലിയ പദവി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതാണ് ഇൽമിൻ്റെ പവർ. ഞാൻ ചുരുക്കുന്നു. ഒരിക്കൽ അല്ലാഹു പറഞ്ഞു സുലൈമാൻ നബിയോട്, സുലൈമാൻ നബിയേ, ആ കാണുന്ന നിങ്ങൾക്ക് സമ്പത്തുകൾ മുഴുവനും ഞാൻ നൽകട്ടെയോ, രാജധികാരം നൽകട്ടെയോ? സുലൈമാൻ നബിയോട് അല്ലാഹു ചോദിച്ചു. സുലൈമാൻ നബി തങ്ങൾ പറഞ്ഞുവോ, എനിക്ക് രാജധികാരം വേണ്ട, എനിക്ക് വേണ്ടത് അറിവാണ്, വിജ്ഞാനമാണ്. റബ്ബേ ഖുൽ റബ്ബി സിദ്നാ ഇൽമാ. അല്ലാഹുവിൻ്റെ റസൂലിനോടും ചോദിക്കപ്പെട്ടതിൽ ഏറ്റവും ചോദിക്കാൻ പറഞ്ഞത് ഇൽമിനെ പറ്റിയാ, സമ്പത്തല്ല. സമ്പത്ത് നാം പറഞ്ഞില്ലേ, സമ്പത്ത് കൊള്ളയടിക്കപ്പെടും. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇൽമാണ്. അതുകൊണ്ടാണ് ഇൽമിൻ്റെ പട്ടണം അല്ലാഹുവിൻ്റെ റസൂലായി മാറിയത്. അലിയാർ തങ്ങൾ പുല്ലുവെട്ടുകാരിൽ പാവപ്പെട്ടവനായ അലിയാർ തങ്ങൾ ആരായി മാറി? അതിൻ്റെ കവാടമായി മാറിയെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ സുലൈമാൻ നബിയോട് അല്ലാഹു ചോദിച്ചു, നിങ്ങൾക്ക് രാജധികാരം വേണമോ? ഓ സുലൈമാൻ നബി തങ്ങളെ, അതേ തങ്ങൾക്ക് വേണ്ടത് നബിയേ വിജ്ഞാനമാണോ? അല്ലാഹുവിൻ്റെ പ്രവാചകനായ സുലൈമാൻ നബി പറഞ്ഞു, അല്ലാഹ് എനിക്ക് വിജ്ഞാനം മതി. മറിച്ച് ഫുഖഹാക്കൾ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ഒരു പക്ഷേ സുലൈമാൻ നബി രാജധികാരം മാത്രമാണ് തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ എല്ലാം സുലൈമാൻ നബി നഷ്ടപ്പെട്ടു പോയേനെ എന്ന് മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ സുലൈമാൻ നബി ഇൽമിനെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം കൊണ്ട് സുലൈമാൻ നബിക്ക് ജിന്നുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു, പക്ഷിമൃഗാദികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല വജൂദുസ്സമാവാതി, ഉറുമ്പുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പറയേണ്ട പ്രാണികളുടെ സംസാരശേഷികളെയും വൈഭവങ്ങളെയും അതിൻ്റെ ഓരോ ഉള്ളുകളെയും അതിൻ്റെ ആഴങ്ങളെയും ഒക്കെ മനസ്സിലാക്കാൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പ്രത്യേക സാഹചര്യം ഒരുക്കി കൊടുത്തത് ഇൽമിലൂടെയാ. ഇൽമ് വേണോ? അതേ, നിങ്ങൾക്ക് രാജധികാരം വേണോ? പണമൊന്നിനും ഒന്നുമല്ല. ഒരു നിമിഷം കൊണ്ട് കൊള്ളയടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ നഷ്ടവട്ടവനായി, ദാരിദ്ര്യനായി, അഗ്നിവേശമില്ലാത്തവനായി, ആരും പരിചയമില്ലാത്തവനായി. പക്ഷേ ഇൽമൽ അങ്ങനെയല്ല. നാളെ അമലുകളിൽ ഏറ്റവും പരിശോധന ചെയ്യപ്പെടുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് സ്വലിഹായ സന്താനത്തിൻ്റെ പ്രാർത്ഥനയാണ്, ഒന്ന് മരണപ്പെട്ട മയ്യത്തിൻ്റെ ആ ചെയ്ത അമലുകളാണ്, മറ്റൊന്ന് മതവിജ്ഞാനമാണ്. ഇത് 3മല്ലാതെ വേറെ ഒന്നും നമുക്ക് നാളെ പരലോകത്തെത്തൂല്ല. ഉമ്മ, എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഇൽമു വേണോ? അതാണ് ആദം നബിയോട് അല്ലാഹു പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ആദം നബിയോട് അല്ലാഹു കൽപ്പിച്ചു, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തത് എന്നോട് ചോദിക്കൂ ആദം നബിയേ, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു. അല്ലാഹു പറഞ്ഞു, ആദം നബിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാത്ത ഒന്നും ആദം നബിക്കറിയില്ല. അതാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ. അതുകൊണ്ട് ഇൽമിലാഴമേറി പഠിക്കാനും ഉള്ളതനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിതത്തിൽ പകർത്താനും ലോകനായകരായ ഹസ്രത്തുൽ ഖൽഖിൻ്റെ ഇമാനായ സുലൈമാൻ നബിയുടെയും അതുപോലുള്ള മഹാന്മാരുടെയൊക്കെ ഹക്ക് കൊണ്ട് പൊരുത്തം കൊണ്ട് ഉസ്താദുമാരുടെയൊക്കെ പൊരുത്തം കൊണ്ട് അവരെ ദർജയൊക്കെ ഏറിക്കൊടുത്ത് നല്ല രീതിയിൽ ഇൽമുമായി ശൂലാകാൻ അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്.